സിനിമയെ സ്നേഹിച്ചു തുടങ്ങിയപ്പോഴാണ് ആ ഇമേജിനപ്പുറമുള്ള സിനിമകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും യാത്ര ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം ജനിക്കുന്നതും അതിൻ്റെ തുടർച്ചയായിട്ട് സിനിമകൾക്ക് വേണ്ടി അല്ലെങ്കിൽ കഥാപാത്രങ്ങൾക്ക് വേണ്ടി പലരോടും പോയി ചോദിക്കുകയും അവസരങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുകയും അവരോട് അവരെ നിർബന്ധിക്കുകയും ചെയ്തിട്ടുള്ളൂ. ഈ ഒരു സിനിമയിലേക്ക് വരുമ്പോൾ, ഓഫീസർ ഡ്യൂട്ടിയിലേക്ക് വരുമ്പോൾ അതിലെ ഹരിശങ്കറിനെ ഞാൻ ഇതുവരെ ചെയ്യാത്ത തരത്തിലുള്ള ഒരു കഥാപാത്രമായിട്ട് കാണണമെന്ന് എന്നേക്കാൾ കൂടുതൽ ആഗ്രഹവും വാശിയും ജിത്തുവിനുണ്ടായിരുന്നു എന്നുള്ളത് പലപ്പോഴും പല സന്ദർഭങ്ങളിലും വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളതാണ്. ഇതിന്റെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ മനസ്സിൽ സ്പർശിച്ച 2-3 കാര്യങ്ങൾ. ഒന്ന്, സംവിധായകൻ ജിത്തു അഷ്റഫ്. ഞാൻ സെറ്റിൽ അദ്ദേഹത്തെ കണ്ടിട്ടുള്ളത് ഒരു പ്രിൻസിപ്പൽ അല്ലെങ്കിൽ ഒരു ഹെഡ് മാസ്റ്റർ ആയിട്ടാണ്. ഇത്ര ഒരു അങ്ങനെ പ്രിൻസിപ്പൽ അല്ലെങ്കിൽ ഹെഡ് മാസ്റ്റർ എന്ന് പറയുമ്പോൾ ഇത്രയും വേറെ തൊഴുകേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ കണ്ടിട്ടുള്ള പ്രിൻസിപ്പൽ ആയിരുന്നാലും ഹെഡ് മാസ്റ്റർ ആയിരുന്നാലും ഇത് 24 മണിക്കൂറും വേർത്തൊഴുകി അവിടെ നിൽക്കുന്ന ഒരു തൊഴിലാളിയെ പോലെ സെറ്റിൽ അധ്വാനിച്ച സംവിധായകനാണ് ജിത്തു അഷ്റഫ്. യുഎസിലിരിക്കുമ്പോൾ ഷായി കബീർ എനിക്ക് വയ സൂം എനിക്ക് കഥ പറഞ്ഞു. പെട്ടെന്ന് ഐ ഡിഡ്ന്റ് നോ വെദർ ചെയ്യണോ വേണ്ടയോ എന്ന് ആ ഒരു തോട്ടിലിരിക്കുമ്പോൾ എൻ്റെ ഫാമിലി ഭയങ്കരമായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തു. എനിക്ക് ഇഷ്ടമാണെങ്കിൽ ചെയ്യുമെന്ന് പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഞാൻ ശരി ഓക്കെ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഒരു ഡിസിഷൻ എടുത്ത് ഐ വാസ് പാർട്ട് ഓഫ് ഓഫീസർ ഓൺ ഡ്യൂട്ടി. സോ ഈ ഒരു നല്ലൊരു കഥയ്ക്ക് ഒരു നല്ലൊരു ക്യാരക്ടർ ഗീത എന്ന് പറയുന്ന ഈ ക്യാരക്ടർ തന്നത് ഷായി കബീറിന് താങ്ക് യു. എന്നെക്കാട്ടി കൂടുതൽ ഞാൻ ഇത് സക്സസ്ഫുൾ ആകണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ് എൻ്റെ അനിയൻ. അപ്പൊ അവൻ ഭയങ്കരമായിട്ട് ഇമോഷണൽ ആയപ്പോൾ ആ സമയത്ത് ഞാനും ഇമോഷണൽ ആയി. പിന്നെ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ലത്തീഫ് എന്ന് പറഞ്ഞ സുഹൃത്തുണ്ടായിരുന്നു. പുള്ളിക്കും ഭയങ്കര ഇമോഷണൽ മൂവ്മെന്റ് ആയിരുന്നു. പുള്ളിയാണ് എന്നെ സിനിമയിലേക്ക് കൊണ്ടുവന്നത്. അപ്പം ആ ഒരു മൂവ്മെന്റിൽ അവരുമായിട്ടുള്ള ഷെയർ ചെയ്തപ്പോൾ ഉണ്ടായ സംഭവമാണിത്. പിന്നെ സിനിമ ഷൂട്ടിംഗ് കഴിഞ്ഞ് എഡിറ്റെല്ലാം കഴിഞ്ഞപ്പം ഒരു കുഴപ്പമില്ലാത്ത സിനിമയായിരുന്നു തോന്നി. പക്ഷെ ഇത്രത്തോളം ഇത് ഹിറ്റാവുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പ്രത്യേകിച്ച് ഫാമിലി ഓഡിയൻസ് ഇത് റിസീവ് ചെയ്ത രീതി കാണുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് സന്തോഷം തോന്നുന്നു. ശരിക്കും അങ്ങനെ പ്രതീക്ഷിച്ചില്ലായിരുന്നു. ഇത് ഭയങ്കര ഒരു എങ്ങനെയായിരിക്കും ഫാമിലി ഓഡിയൻസിനെ എടുക്കുക എന്നുള്ളത് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. മറ്റു സിനിമകളൊക്കെ ഇറങ്ങുമ്പം യാതൊരുവിധ ടെൻഷനും എനിക്ക് ഉണ്ടായിട്ടില്ല. പക്ഷെ ഈ സിനിമയിൽ ശരിക്കും ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഇതിന്റെ ലക്ഷ്യം കൊമേഴ്ഷ്യൽ സക്സസ് മാത്രമായിരുന്നു. ഇൻ കേസ് അതിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായിരുന്നു ചിലപ്പോൾ മാനസികമായി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നമ്മുടെ ജഡ്ജ്മെന്റ് പാടുക എന്ന് പറയുന്നൊരു അപ്പം ഏറ്റവും ടെൻഷനോടുകൂടി കണ്ട സിനിമ ഇതാണ് ഫസ്റ്റ്. എല്ലാം വലിയ സന്തോഷത്തിലാണ് എന്നത് നമുക്ക് വലിയ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഒരു വലിയ വിജയത്തിന്റെ ആഘോഷം നടക്കുന്നു. കുറച്ച് നാളുകൾക്ക് മുമ്പ്, ഒരു 10 കൊല്ലം മുമ്പൊക്കെ കുറച്ചധികം വിജയാഘോഷങ്ങൾ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. ഇപ്പം വിജയാഘോഷങ്ങൾ ഒരു റയർ ചടങ്ങാണ്, വല്ലപ്പോഴും മാത്രം നടക്കുന്ന ഒരു ചടങ്ങാണ്. അതിൽ പങ്കെടുക്കാൻ പറ്റുന്ന വലിയ ഭാഗ്യമാണ്. ഇതിന്റെ പൂജയ്ക്ക് ഉണ്ടായിരുന്നു. ഇതിന്റെ റിലീസ് ദിവസം ചാക്കോച്ചന്റെ ഒക്കെ കൂടിയിരുന്നാണ് കണ്ടത്. സംവിധായകനാണെങ്കിലും ജെയ്ക്സ് ആണെങ്കിലും അഭിനയിച്ച ഓരോരുത്തരാണെങ്കിലും അതിഗംഭീരമായ പ്രകടനം കാഴ്ചവെച്ചതിന്റെ ഫലമാണ് ഈ ഒരു വലിയ വിജയം. അടുത്ത ജെയ്ക്സിന്റെ ഒക്കെ കാര്യം എടുത്തു പറയേണ്ടതാണ്. അത്രയും രസമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഒരു സിനിമയുടെ എല്ലാ മേഖലയിലുള്ളവരും വളരെ നന്നായിട്ട് അവരുടെ ഡ്യൂട്ടി ചെയ്തതിന്റെ ഫലമായിട്ടാണ് ഈ ഓഫീസറിന്റെ ഡ്യൂട്ടി ഇത്ര ഗംഭീരമായത്. ഗംഭീരമാണ് എന്ന് ഇനി വീണ്ടും പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണല്ലോ ഈ സിനിമ ഇത്രയും വിജയിച്ചത്. പ്രത്യേകിച്ച് ചാക്കോച്ചന്റെ ഏതൊരു നല്ല കാര്യം ചാക്കോച്ചന്റെ ജീവിതത്തിൽ സംഭവിക്കുമ്പോഴും ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന കുറച്ച് പേരിൽ ഒരാളാണ്. ചാക്കോച്ചനെക്കാട്ടിലും സന്തോഷത്തോടെ അതിൽ പങ്കെടുക്കാൻ ആവേശം കാണിക്കുന്ന ഒരാളാണ് ഞാൻ. ഒപ്പം ഇതിന്റെ ജിത്തുവിന്റെ ആദ്യത്തെ സിനിമ പുറത്തു വരുന്നത് ജിത്തുവിനോടൊപ്പം തന്നെ സ്വപ്നം കണ്ട ഒരാളാണ് ഞാൻ. അത്രയും വർഷത്തെ അടുപ്പവും പരിചയവുമുണ്ട്. പിന്നെ ഇതിന്റെ നിർമ്മാതാക്കൾ മാർട്ടിൻ, രഞ്ജിത്ത്, സിബി, പിന്നെ ഇതിൽ അഭിനയിച്ചിട്ടുള്ള മറ്റുള്ള ഏറ്റവും പ്രമുഖരായിട്ടുള്ള പ്രിയ, ജഗദീഷ് ചേട്ടൻ, വിശാഖ് ഒക്കെ. വിശാഖിന്റെ ഒപ്പം ഒക്കെ ഞാൻ ഒന്നിച്ച് വർക്ക് ചെയ്ത് ഞങ്ങൾ അടുപ്പമുള്ളതാണ്. അപ്പൊ ഈ